ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരുപാട് പരിപാടികൾ ഉണ്ട്. ഓരോന്നും ചെയ്യാനും പിടിക്കാനും ഉണ്ട്. ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ഇടയിൽ പൂച്ച ഇങ്ങനെ നല്ലോണം കരയാണ്. അപ്പം ഞാൻ ആദ്യം അതിന് തീറ്റ അപ്പോൾ ഗെയ്സ്, ഇത് നമ്മൾ പൂച്ചക്കുട്ടിക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പൂച്ചക്കുട്ടിക്ക് തീറ്റ കൊടുത്തിട്ട് വരാം. ഞാൻ പൂച്ചക്കുട്ടിക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഗെയ്സ് ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്യുക, എൻ്റെ കയ്യിൽ നിന്ന് ഭാഗ്യം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പൊട്ടി പോകണ്ട. ഫോണേ പൊട്ടിപ്പോകണ്ട ആയിരുന്നു. ഇപ്പോൾ പൂച്ചത്തീറ്റ ഗെയ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പൂച്ച തീറ്റ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകും. അപ്പോൾ ഗെയ്സ്, ഞാൻ കാണിക്കാത്തത് വേറെ ഒന്നുമില്ല, ഇത്തിരി ഇഷ്യൂസോ. അപ്പോൾ ഞാൻ വാതിൽ നിന്ന് അടച്ചാണ്, നേരെ അടക്കളയാണ്. അപ്പോൾ ഞാൻ അടച്ചത് അമ്മയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ അടച്ചത്. അപ്പോൾ നേരെ അടുക്കളയിൽ അമ്മ വർക്ക് ചെയ്യണം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി ഇഷ്യൂസ് ആവും. അതുകൊണ്ടാണ് ഞാൻ വാതിൽ അടച്ചത്. അപ്പോൾ ഗെയ്സ്, നമുക്ക് ഇന്ന് ഒരുപാട് പണികൾ ഉണ്ട്. നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തടി ഇത്തിരി ഓവറാണ്. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഓടാനും നടക്കാനും പോവാണ് ഗൈസ്. അത് വീടിൻ്റെ പരിസരം ചുറ്റും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പോവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലോണം ഇന്ന് മുതൽ ഓടാനും നടക്കാനും പോവാണ് ഗെയ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം തടി കുറയും. അപ്പോൾ നമ്മൾ വീട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൂച്ച നല്ലോണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൂച്ചത്തീറ്റയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. മുഴുവനല്ല, പകുതി. പൂച്ചത്തീറ്റയ്ക്ക് നല്ല ആൾക്കാണ്. കാരണം ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. അതിൽ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് സംഭവം. ചെറിയ മണികൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ പകുതി ഫില്ല് ചെയ്യാൻ പോകുന്നു. പകുതി 4-5 കൈ. ഞാൻ ഓടുന്നതിന് വിഷയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ പകുതി എന്താ പറയുക റെക്കോർഡ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ഞാനിപ്പോൾ പൂച്ചയ്ക്ക് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് പകുതിയോളം. അപ്പോൾ ഇത്രയും ഞങ്ങൾ പൂച്ചയ്ക്ക് തീറ്റ ഇതിൽ നിറയ്ക്കുന്നുള്ളൂ. ഇത് പൂച്ചയുടെ പാത്രമാണ് പൂച്ച തീറ്റ. ഗെയ്സ്, നമുക്ക് പതുക്കെ നീങ്ങാം.
അപ്പോൾ അമ്മ ഗൈസ് ഞാൻ പതിയെ നീങ്ങാൻ പോവാണ്. ഞാനിതിപ്പോൾ കട്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോണ് ഭാഗ്യത്തിന് നിലത്ത് വീണ് പൊട്ടിയില്ല ഗൈസ്. പൊട്ടി കഴിഞ്ഞ് കാണായിരുന്നു. നിലത്ത് വീണ് പൊട്ടിയിട്ടൊന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ തിരിച്ച് കിട്ടി. അപ്പോൾ ദൈവത്തിന് നന്ദിയുണ്ട്. കാരണം എനിക്ക് ഈ മൊബൈൽ ഫോൺ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു സങ്കടം ആവും. പിന്നെ എൻ്റെ ഒരു വർക്കും നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ പൊട്ടി പോവാത്തതിന് ദൈവത്തിനോട് നന്ദി പറയാണ് ഗൈസ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടിയിട്ടില്ല. ഒന്ന് രണ്ട് വട്ടം മാത്രം നിലത്ത് വീണിട്ടുള്ളൂ, പിന്നൊന്നും നിലത്ത് വീണ് പൊട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ മൊബൈൽ ഫോണ് എൻ്റെ കയ്യിൽ നിന്ന് ഭാഗ്യത്തിന് വീണ് പൊട്ടാത്തുണ്ട്. കാരണം പിന്നെ എന്തിനാണ് ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് എന്നൊക്കെ ഞാൻ പറയാം. ഫോൺ എടുത്തത് ഞാൻ ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫോൺ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് നിലത്തേക്ക് വീണ് പോയത്. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ അത് പിടിച്ചു. ഗൈസ് ഭാഗ്യത്തിന് നിലത്ത് വീണ് പൊട്ടാത്തത് ഭാഗ്യം. ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ് ഗൈസ്. അമ്മേ ഞാൻ പുറത്ത് ഉണ്ട് കേട്ടാ, പുറത്ത് നടക്കാൻ പുറത്ത് നടക്കാനായിട്ട് ഇത് ഞാൻ സ്ഥലത്ത് വെക്കും. അപ്പൊ ഞാൻ പുറത്ത് നിന്ന് നടന്നിട്ട് വരാം അമ്മേ. ആ ശരി അമ്മ. ഞാന് റോഡ് വരെ അപ്പൊ അമ്മ ഇങ്ങനെ എന്നെ ഉപദേശിച്ചോണ്ടിരിക്കുകയാണ്. ഈ റോഡ് വരെ മാത്രം നടക്കാൻ പാടുള്ളൂ, പിന്നെ അവിടെ വിട്ട് നടക്കാൻ പാടില്ല എന്നാണ് അമ്മയുടെ നിർദ്ദേശം. കാരണം അമ്മയ്ക്ക് പേടിയാണ്, എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് പേടിയാണ്. അതുകൊണ്ടാണ് റോഡ് വരെ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ റോഡ് കടന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇടിക്കും. അത് പേടിച്ചിട്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ വരെ നടക്കാനായിട്ട് പാടുള്ളൂ, പിന്നെ അവിടെ നിന്നിട്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നിന്നെ വണ്ടി ഇടിക്കും. അപ്പോൾ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഗൈസ് പുറത്തേക്ക് അധികം കടക്കാത്തതും നടക്കാത്തതും. എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ അമ്മയ്ക്ക് പേടിയാണ് ഗൈസ്. നമ്മളിപ്പോൾ പുറത്തേക്ക് കടന്നു. അപ്പോ ഗൈസ് പൂച്ചകൾക്ക് തീറ്റ കൊടുക്കാൻ പോവാണ് ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് നടന്നിട്ട് വരണം. വണ്ണം കുറയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ നടക്കാനും ഓടാനും പോവാണ്. അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി. എൻ്റെ വണ്ണം ഇത്തിരി അധികമാണ്, അമിതമാണ്.
ഇനി മുതൽ നല്ലോണം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഓടാനും ചാടാനും പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ പകുതിയിലധികം നടന്നിട്ടുണ്ട്. ഇപ്പോൾ 8ാമത്തെ റൗണ്ട് ഏകദേശം ഫിനിഷായി. അപ്പം അതിന് മുതൽ 8 മാത്രമല്ല 100 റൗണ്ട് എല്ലാ ദിവസവും നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ വീടിൻ്റെ പരിസരത്തുള്ള കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന ഒരു വളവില്ലേ, ആ വീട് തൊട്ട് വീട്ടിലേക്ക് പോകുന്ന ആ വളവ് വരെ ഞാൻ 100 റൗണ്ട് എല്ലാ ദിവസവും ഞാൻ ഒന്നെങ്കിൽ ഓടും, അതല്ലെങ്കിൽ നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വണ്ണം കുറയും. അപ്പോൾ ഇന്ന് ഞാൻ എത്ര റൗണ്ട് ഓടി, എത്ര റൗണ്ട് നടന്നു? 8 റൗണ്ട്. അപ്പോൾ ഏകദേശം പരമാവധി ഞാൻ 100 റൗണ്ട് ഇന്ന് ഞാൻ ഫിനിഷ് ചെയ്യും. അതല്ലെങ്കിൽ 20-30 റൗണ്ട് നടക്കാൻ നടക്കുന്ന തരത്തിലാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഓരോ ദിവസവും ഞാൻ എത്ര റൗണ്ട് നടന്നു, എത്ര റൗണ്ട് ഓടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ദിവസങ്ങളായിട്ട് ഞാൻ പറയാം. ഇത് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എത്ര റൗണ്ട് നടന്നു, എത്ര റൗണ്ട് ഓടി എന്നുള്ളത് ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നാളെ എത്ര റൗണ്ട് ഞാൻ ഓടി, എത്ര റൗണ്ട് നടന്നു എന്നുള്ളത് നാളെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ ദിവസം എത്ര റൗണ്ട് ഓടി, എത്ര റൗണ്ട് നടന്നു എന്നുള്ളതൊക്കെ ഓരോ ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വണ്ണം കുറയ്ക്കാനുള്ള തിരക്കിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ ഇനി എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ വീടിൻ്റെ പരിസരത്ത് ഒക്കെ ഞാൻ പരിസരം മുഴുവനും ഞാൻ എന്ത് ചെയ്യും, നല്ലോണം ഓടും, അതല്ലെങ്കിൽ നടക്കും. വീട്ടിലേക്ക് പോകുന്ന വഴി വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തൊട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വരെ ഞാൻ എന്ത് ചെയ്യും, റൗണ്ട് ചെയ്ത് ഒരു 100 തവണ 100 റൗണ്ട് ഞാൻ ചുറ്റി നടക്കും, അതല്ലെങ്കിൽ ഓടും. അപ്പോൾ ഓരോ ദിവസം ഞാൻ നടക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിലും ഓടുന്നതിലും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ഞാൻ ചെയ്യും. അപ്പം മറക്കാണ്ട് ഞാൻ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വണ്ണം കുറയ്ക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വണ്ണം എന്തായാലും കുറയ്ക്കും. പിന്നെ തുടർന്ന് എൻ്റെ എല്ലാ വീഡിയോയിൽ ഇത് ഇടയ്ക്ക് ഈ ഒരു വീഡിയോ ഇടയ്ക്ക് എന്തായാലും ഉണ്ടാവും. വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഇടയ്ക്ക് എന്തായാലും ഉണ്ടാവും. ഞാൻ ഇനി മുതൽ ഓരോ വീഡിയോ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, ഈ ഒരു വ്ളോഗ് എന്തായാലും
ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും, തടിയുടെ വീഡിയോ എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ ഇനി മുതൽ ഓരോ ദിവസം വീഡിയോ ചെയ്യില്ലേ, വ്ലോഗ് ചെയ്യില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ എൻ്റെ തടി കുറയ്ക്കുന്നതിൻ്റെ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും തടി കുറയ്ക്കുന്നതിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, മറക്കാണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്കിനി നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സംഭവമായിട്ട് വരാം. അതുവരെയ്ക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗിൽ സമാധാനത്തോടെ സ്നേഹത്തോടെ എന്തൊക്കെ കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനും എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ, സീ യു മാ.